നമസ്കാരം. ഏഷ്യ ലൈവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനഃപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം, വഴിപാട് മറന്നാൽ എന്തു ചെയ്യും? നമ്മൾ മനുഷ്യരാണ്. നമുക്ക് വിശ്വാസമുള്ള ആരാധനാലയം ഏതും ആയിക്കോട്ടെ, നമുക്ക് ഒരു വിഷയം വരുമ്പോൾ അല്ലെ ഒരു വിഷമം വരുമ്പോൾ നമുക്ക് അവിടത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഈശ്വരനെ വിളിച്ച് നേരാറുണ്ട്. അപ്പം അങ്ങനെ ഈശ്വരനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വിശ്വാസമുള്ള ആരാധനാലയത്തിലേക്ക്, ക്ഷേത്രത്തിലേക്ക്, ദേവീക്ഷേത്രമാവും വിഷ്ണു ക്ഷേത്രമാവും ശിവക്ഷേത്രമാവും ഏതും ആയിക്കൊള്ളട്ടെ, നമുക്ക് അവിടത്തേക്ക് പോയി വഴിപാടുകൾ നേരാറുണ്ട്. പിന്നീട് ഈ കാര്യം നമ്മൾ അപ്സെറ്റ് ആയിട്ടുള്ള അവസ്ഥയിൽ, നമ്മുടെ മൈൻഡ് നോർമൽ അല്ലാത്ത അവസ്ഥയിൽ നമ്മൾ പറഞ്ഞതാ, ഈശ്വരനെ വിളിച്ച് പറഞ്ഞതാ. നമ്മുടെ സമയത്തിൻ്റെ നന്മ കൊണ്ടോ നമ്മുടെ മനസ്സിൻ്റെ നന്മ കൊണ്ടോ നമ്മുടെ അവിടുത്തെ ഭഗവാന്റെ ഐശ്വര്യം കൊണ്ടോ അല്ലെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടോ എന്തും ആയിക്കൊള്ളട്ടെ, നമ്മൾ ആ ദുർഘട ഘട്ടങ്ങളെ തരണം ചെയ്തു. അല്ലെ ഒരാൾക്ക് ജോലി കിട്ടുന്നില്ല, അല്ലെ ഒരാൾക്ക് വിവാഹം നടക്കുന്നില്ല, അല്ല ഒരാൾ ശിക്ഷിക്കപ്പെടാനായിട്ട് ജയിലിൽ കിടക്കുക, അല്ല ഒരാൾ അപകട ഘട്ടത്തിന് മുമ്പിൽ നിൽക്കുക, അല്ല ഒരാൾക്ക് ജോലി നഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ ഒരാൾക്ക് കോടതിയിൽ അവസാന വിധിയ. അപ്പം അങ്ങനെയുള്ള എന്ത് സാഹചര്യത്തിലും നമ്മൾ മനസ്സ് കലുഷിതമായിട്ടില്ല, മനസ്സ് ആപ്പാടെ ചഞ്ചലതയിൽ നിൽക്കുന്ന അവസ്ഥയിൽ നമ്മൾ നേരും. ഗുരുവായൂർ പൊക്കോളാം, അല്ലെ പളനി പൊക്കോളാം, അല്ലെ ഏറ്റുമാനൂരോ വൈക്കത്തോ കടുത്തുരുത്തിയിലോ അല്ലെങ്കിൽ എവിടെ ആയിക്കോട്ടെ, നമുക്ക് വിശ്വാസമുള്ള ക്ഷേത്രത്തിൽ എവിടെയായാലും നമ്മൾ വഴിപാട് നടത്തിക്കോളാം. അതൊരു വഴിപാട് ഘടകമാണ്. നമ്മൾ ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമുക്ക് ദർശനം പൂർത്തിയാവാതെ പോരുക. നമുക്ക് ഉദാഹരണം, ഇപ്പോൾ ഗുരുവായൂർ പോകണം, ഗുരുവായൂർ തന്നെ പോകണം, ഇടയ്ക്ക് വേറെ എങ്ങും ഇറങ്ങാൻ പാടില്ല. ഗുരുവായൂർ നിന്ന് ഇറങ്ങിയിട്ട് വേറെ എവിടെ വേണമെങ്കിൽ കയറാം, പക്ഷെ ഗുരുവായൂർ പോകുന്നത് അവിടെ തന്നെ പോകണം എന്നൊക്കെ പറയും. മഹാക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ നമ്മൾ അവിടെ പോയിട്ടേ വേറെ ചുറ്റുപാടുള്ള അമ്പലങ്ങളിൽ പോയെങ്കിൽ ദർശനം പൂർത്തിയാവുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ നമ്മൾ അമ്പലത്തിൽ പോയിട്ട് ദർശനം പൂർത്തിയാവാതെ പോന്നു കഴിഞ്ഞാൽ അതൊരു വഴിപാട് ഘടകം. പിന്നെ ആരെങ്കിലും നമ്മളതിന് ക്ഷേത്രങ്ങളിൽ പോവുകയാണ്, വരുന്നോ, ഞാനിപ്പോൾ വരുന്നില്ല, കുറച്ചാൾ കഴിഞ്ഞിട്ട് പൊക്കോളാം, അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ പൊക്കോളാം എന്ന് പറയും, അതൊരു വഴിപാട് ഘടകം. നമുക്ക് ഐശ്വര്യം ഉണ്ടാകാൻ വേണ്ടി നമ്മുടെ കുടുംബാംഗങ്ങൾ എന്തെങ്കിലും വഴിപാടുകൾ പറഞ്ഞാൽ അത് നമുക്കൊരു വഴിപാട് ഘടകം. വഴിപാടുകൾ പറഞ്ഞിട്ട് നമുക്ക് ചിലപ്പം മാതാപിതാക്കളൊക്കെ ആവും, അപ്പൂപ്പൻ അമ്മയൊക്കെ ആവും, ഇവർ മരണപ്പെട്ടു പോകും, ആരോടും ഈ കാര്യം പറയത്തില്ല. പക്ഷെ ആ ദുരിതം അങ്ങനെ കിടക്കും. ഈശ്വരനറിയാം, മരണപ്പെട്ടു പോയ ആൾക്കും അറിയാം. അതൊക്കെ വഴിപാട് ഘടകം. ഒരു മനുഷ്യനെന്ന് വെച്ചാൽ അറിവ് കിട്ടുന്നത് 5 വിധത്തിലാണെന്നാണ് പറയുന്നത്. പ്രത്യക്ഷം, അനുമാനം, ഉപമാനം, ശബ്ദം, സ്വപ്നം. അതായത് ഒരാൾക്ക് പല ദുരിതങ്ങൾ വരുന്ന അവസ്ഥയിൽ, നമുക്ക് ജാതകത്തിൽ പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നും ഇല്ലാതെ വരുന്ന അവസ്ഥയിൽ നമ്മളൊരു ജ്യോതിഷനെ പോയി പ്രശ്നം നോക്കുന്ന സമയത്ത് നല്ലൊരു ജ്യോതിഷനാണ്. ഇന്ന ക്ഷേത്രങ്ങളിലൊക്കെ വഴിപാടുകൾ കിടപ്പുണ്ട്, ഇതിനടുത്ത് ഒരുപാട് ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സ്ഫുടങ്ങളനുസരിച്ച് കണ്ടുപിടിക്കാൻ പ്രയാസമാണ്. കുറച്ച് ക്ഷേത്രങ്ങളൊക്കെ ഉള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കണ്ടുപിടിച്ച് ആ ക്ഷേത്രങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയി നമ്മൾ പ്രായശ്ചിത്ത സഹിതം, ഇപ്പോൾ ഒരു വഴിപാട് പറഞ്ഞാൽ 1 വർഷം അതിൻ്റെ കാലാവധി പറയുന്നത്. അപ്പം ചിലർ പറയും, എനിക്ക് കാര്യം സാധിച്ചില്ലല്ലോ, അപ്പോൾ വഴിപാട് കൊടുക്കേണ്ട ആവശ്യം എന്താ എന്നും ചിന്തിക്കും. നമ്മൾ ചിന്തിക്കണം, പ്രപഞ്ചവ്യാപിയായ ഈശ്വരൻ നമ്മുടെ വഴിപാട് ആവശ്യമുണ്ടോ? നമ്മുടെ ഒരുപിടി നാണയം ആവശ്യമുണ്ടോ? നമ്മളൊരു പുഷ്പം ആവശ്യമുണ്ടോ? നമ്മൾ ചെയ്യുന്നത് നമ്മുടെ മനസ്സാണ്. നമ്മൾ ചെയ്യുന്നതിൻ്റെ ഫലമാണ് നമുക്ക് കിട്ടുന്നത്. ഈശ്വരൻ പറയുന്നില്ല എനിക്ക് വഴിപാട് ചെയ്യുക, അല്ലെ എനിക്ക് വഴിപാട് പറയാമെന്ന് പറയുന്നില്ല. അപ്പം നമ്മൾ പറഞ്ഞേക്കുന്ന കാര്യം നമ്മുടെ കാര്യസാധ്യത പറഞ്ഞാൽ, ഒരാളുടെ ജാതകത്തിൽ വിവാഹം കഴിക്കാൻ യോഗമില്ല, അപ്പം അയാൾക്ക് വിവാഹം നടക്കാൻ വേണ്ടി വഴിപാട് പറഞ്ഞ് ഈശ്വരൻ ബാധയാവുന്നല്ല, അതിന് കഥയുണ്ടോ? കഴിവതും നമ്മൾ വഴിപാട് പറഞ്ഞ് കാര്യം സാധിക്കാതിരിക്കാൻ ശ്രമിക്കുക. വഴിപാട് പറഞ്ഞാൽ കാര്യം സാധിച്ചാലും ഇല്ലെങ്കിലും 1 വർഷത്തിനകമായിട്ട് കൊടുക്കുക. ഇല്ലെങ്കിൽ നമുക്ക് 1 വർഷം കഴിയുകയാണെങ്കിൽ പ്രായശ്ചിത്ത സഹിതമായിട്ട് പോയി ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ കുറച്ച് ക്ഷേത്രങ്ങളൊക്കെ ഉള്ള നമുക്ക് ജ്യോതിഷനടുത്ത് പ്രശ്നം നോക്കുമ്പോൾ കണ്ടുപിടിക്കാൻ പറ്റും. ഒരുപാടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യേണ്ട കാര്യം, അല്ലെങ്കിൽ നമുക്ക് വഴിപാട് മറന്നുപോയി, ഒരു വഴിപാട് പോലും നമുക്ക് ഓർമ്മയില്ല. നമ്മുടെ നിലവിൽ ഒരുപാട് ക്ഷേത്രങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, എന്തൊക്കെയാണ് പറഞ്ഞേക്കുന്നത്, നമുക്ക് വഴിപാട് പറഞ്ഞേക്കുന്നത് എന്തൊക്കെയാണ്. ചിലയിടത്ത് വിളക്കായിരിക്കും, ചിലയിടത്ത് താലിയായിരിക്കും, ചിലയിടത്ത് പൊട്ടായിരിക്കും, ചിലയിടത്ത് ഉടയാടയായിരിക്കും, ചിലയിടത്ത് നാരങ്ങാമാലയായിരിക്കും, ചിലയിടത്ത് ചുറ്റുവിളക്കായിരിക്കും പറഞ്ഞേക്കുന്നത്. അപ്പോൾ എന്താണെന്ന് നമുക്ക് അറിയില്ല. അപ്പം അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇപ്പം 5 വിധത്തിൽ അറിവ് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. പ്രത്യക്ഷം, നേരിട്ടുള്ള അറിവുകളെയാണ് പ്രത്യക്ഷം എന്ന് പറഞ്ഞ ഈ അറിവ്. അനുമാനം, അതായത് നമ്മൾ താഴെ പുകയുണ്ടാവും, ഇപ്പം താഴെ തീ കത്തുന്നുണ്ടാവും, മുകളിൽ കുഴലിൻ്റെ മുകളിൽ കൂടെ പുക വരുമ്പോൾ നമുക്ക് അനുമാനിക്കുക, അങ്ങനെ തീ ഉണ്ടാവും നമ്മൾ അനുമാനിക്കുക. ഉപമാനം എന്ന് വെച്ചാൽ വെറ്റിലയുടെ ഇല പോലെ കുരുമുളകും തെളിയിരിക്കുന്നു, ഉപമാനം. ശബ്ദം, വ്യക്തികൾ പറഞ്ഞു തരുന്ന അറിവുകൾ, ജ്യോത്സ്യന്മാരൊക്കെ പറഞ്ഞു തരുന്ന, ആചാര്യന്മാർ പറഞ്ഞു തരുന്ന അറിവ്, പുസ്തകത്തിൽ നമുക്ക് കിട്ടുന്ന അറിവ്, ഇതൊക്കെ ശബ്ദമാണ്. ഇനി നമുക്ക് സ്വപ്നത്തിൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ നേർച്ചകളൊക്കെ ഉണ്ടെങ്കിൽ ആ ക്ഷേത്രങ്ങൾ അവിടെ വേറെ ആരെങ്കിലും വഴിപാട് ചെയ്യുന്നതായിട്ടോ നമ്മൾ ചെയ്യുന്നതായിട്ടോ ഒക്കെ ഈശ്വരൻ നമുക്ക് കാണിച്ചു തന്നു കഴിഞ്ഞാൽ ആ സ്വപ്നത്തിൽ നമുക്ക് അറിവ് കിട്ടുക ചെയ്യുന്നു.
അപ്പം 5 വിധത്തിൽ എങ്ങനെയെങ്കിലും നമുക്ക് അറിവുകൾ കിട്ടിയാൽ നടത്തിക്കോളാം നമ്മൾ പ്രാർത്ഥിക്കുക. 11 ദിവസം നമുക്ക് ഒരു വഞ്ചി വാങ്ങിച്ച് വെച്ച് വഞ്ചിക്കകത്ത് ഓരോ ദിവസവും നമുക്ക് 11 നാണയം വെച്ച് ഒഴിഞ്ഞിട്ട് 11 ദിവസം പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ നമുക്ക് ഏതൊക്കെ ക്ഷേത്രമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറന്നുപോയ ക്ഷേത്രങ്ങളിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ നമുക്ക് അങ്ങനെ കണ്ടെത്താൻ സാധിക്കുന്നില്ല, ഒരുപാട് ക്ഷേത്രം ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ സ്വപ്നത്തിലൂടെയൊക്കെ നമുക്ക് കണ്ടെത്താൻ, സ്വപ്നത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനും ഒക്കെ സാധിക്കും. ഇല്ല എങ്കിൽ പിന്നെ നമുക്ക് താമ്പൂല പ്രശ്നമായിട്ടോ ഒറ്റരാശി പ്രശ്നമായിട്ടോ ഒക്കെ ചിന്തിച്ച് കഴിഞ്ഞാലും ഈ പറഞ്ഞ മറന്നുപോയ എന്തൊക്കെയാണെന്ന് വെച്ചാൽ കണ്ടുപിടിക്കാം. അവിടത്തേക്ക് ഒരു നാണയം, ഇഷ്ടമുള്ള ഒരു നോട്ട് 10 രൂപയോ 20 രൂപയോ 5 രൂപയോ ഒരു നോട്ടും ഒരു നാണയം കൂടെ നമുക്ക് ഒഴിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, അവിടുത്തെ ഒരു കാലാവധിയും കൂടെ ആ പേപ്പറിൻ്റെ പുറത്ത് എഴുതി വെച്ചാൽ അത്രയും കാലത്തേക്ക് ആ ഒരു വഴിപാട് കടം അല്ലെങ്കിൽ നമുക്ക് നേർച്ച കടം നമുക്കത് ബാധിക്കാതിരിക്കും. അവിടെ പോകുമ്പോൾ ആ നോട്ടും നാണയവും വഞ്ചിയിലിടുകയോ അവിടത്തേക്ക് എന്തെങ്കിലും സാധനങ്ങൾ, ദ്രവ്യങ്ങൾ വാങ്ങിക്കാൻ എടുക്കുകയോ ഒക്കെ ചെയ്യാം. അപ്പം അങ്ങനെ കഴിവതും വഴിപാട് ഇടാതിരിക്കുക. വഴിപാടുകൾ ബാക്കി നിൽക്കുക വഴിമുടക്കുകളായിടുമെന്നാണ് ജ്യോതിഷത്തിൽ പറയുന്നത്. വഴിപാട് കടന്നു കഴിഞ്ഞാൽ നമ്മൾ കാര്യങ്ങൾക്കെല്ലാം ഇറങ്ങും, ഭഗവാൻ പറയും എനിക്കുള്ളത് കഴിഞ്ഞതാ, എന്നിട്ട് അങ്ങോട്ടാന്ന് വെച്ചാൽ പൊക്കോ, നീ എനിക്ക് തരാമെന്ന് പറഞ്ഞേ ഇല്ലയോ എന്നാണ് അവിടെ ചോദ്യം ഉണ്ടാവുക. അപ്പം അങ്ങനെയുള്ള വഴിപാടുകൾ എത്രയും പെട്ടെന്ന് കൊടുത്തു തീർക്കുക. വഴിപാട് കടം ഇട്ടേക്കാതിരിക്കുക. അതിൽ വഴിപാട് കടം കിടപ്പുണ്ടെങ്കിൽ മരിച്ചുപോയ ആരെങ്കിലും പറഞ്ഞേക്കുന്നുണ്ടെങ്കിൽ അവരുടെ ആത്മാവിന് മോക്ഷം കിട്ടാത്ത അവസ്ഥ വരും. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യം ശ്രദ്ധിക്കുക. ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് കണ്ടുമുട്ടാം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.